കൊടും ചൂടിന് ശമനമില്ല. ആശങ്കയായി അൾട്രാ വയലറ്റ് സൂചികാ നിരക്ക്. പാലക്കാട് താപനില 40 ഡിഗ്രി കടന്നേക്കും. സ്ഥിതി ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷം. പ്രതിദിന ഉപയോഗം 6195 മെഗാവാട്ട് പിന്നിട്ടു. പുറത്തുനിന്നുള്ള വിഹിതവും നാളെ മുതൽ കുറയും. രാത്രിയിലെ വൈദ്യുതി നിയന്ത്രണം നീട്ടാൻ KSEB. സ്വാഭാവിക നടപടിയെന്ന് വൈദ്യുതി മന്ത്രി. വീണ്ടും പാമ്പ് കടിയേറ്റ് മരണം. കുട്ടനാട്ടിൽ മൂർഖന്റെ കടിയേറ്റ് സ്ത്രീ മരിച്ചു. കായംകുളത്ത് 15-കാരിക്കും പാലക്കാട് അങ്കണവാടി വർക്കർക്കും കടിയേറ്റു. കോഴിക്കോട് കല്ലാച്ചിയിൽ വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കോഴിക്കോട് ഉള്ളിയേരിയിൽ തൊഴിലുറപ്പ് തൊഴിലാളി എത്തിയപ്പോൾ സ്ഥലത്ത് പെരുമ്പാമ്പ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിന്റെ മരണത്തിൽ ഡോക്ടർ സംഗീതയ്ക്ക് മുൻകൂർ ജാമ്യം. ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ പോരു തുടരുന്നു. VD സതീശനെ അനുകൂലിച്ച് ആലുവയിൽ കൂറ്റൻ ഫ്ലെക്സ്. വാട്സപ്പിൽ സതീശനായി അണികളുടെ മുറവിളി. രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി റീലുമായി പ്രവർത്തകർ. നേതാവിനെ അറിയാമോ, ആരണഗാഥ അറിയാമോ, മണിമല ആറ്റിനുമറിയാം. KPCC ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജ്യസന്നദ്ധതയെ അറിയിച്ച് ഹൈബി ഈഡൻ. ആർഭാടങ്ങളില്ലാതെ തൃശൂർ പൂര വിളംബര ചടങ്ങുകൾ. തെക്കേ ഗോപുരനട തുറന്ന് നെയ്തലക്കാവിലമ്മ. ഘടകപൂരങ്ങളുടെ പുറപ്പാട് നാളെ രാവിലെ മുതൽ. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ മുൻ DGP R ശ്രീലേഖയെ പ്രതി ചേർത്ത് പോലീസ്. അന്യായമായി സംഘം ചേർന്നതടക്കം വകുപ്പുകൾ. ആദ്യം പ്രതി ചേർത്തിരുന്നത് കണ്ടാലറിയാവുന്ന 50 പേരെ മാത്രം. ശബരിമലയിലെ വിമാനം പറക്കൽ ഗുരുതര സുരക്ഷാ ലംഘനമെന്ന് ADGPയുടെ റിപ്പോർട്ട്. കാലാവസ്ഥാ പ്രശ്നമെന്ന കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ല. വിശദമായ അന്വേഷണം വേണമെന്ന ശുപാർശ. റിപ്പോർട്ട് ഉടൻ സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറും. നാരായണ ഗുരുകുലം അധ്യക്ഷൻ മുനി നാരായണ പ്രസാദിന് വിട. അന്ത്യം 87-ാം വയസ്സിൽ വർക്കലയിൽ. അന്തരിച്ചത് ഇന്ത്യൻ തത്വചിന്തയെയും വേദാന്തത്തെയും ലോകത്തിന് മുന്നിൽ വിശദീകരിച്ച ഋഷിവര്യൻ. പശ്ചിമേഷ്യയിൽ 2ാം ഘട്ട ചർച്ച ഉടനെന്ന് സൂചന. ഇറാൻ പ്രതിനിധി സംഘം പാകിസ്ഥാനിൽ. US സംഘം ഉടൻ ഇസ്ലാമാബാദിലേക്ക്. ചർച്ചയ്ക്ക് ഇറാൻ സന്നദ്ധത അറിയിച്ചെന്ന് വൈറ്റ് ഹൌസ്. നിഷേധിച്ച് ഇറാൻ.